നമസ്കാരം. വാസ്തുവിലെ ദോഷങ്ങൾ അല്ലെങ്കിൽ ഒരു വീട്ടിലെ ദോഷങ്ങൾ, വീട്ടിലെ നെഗറ്റീവ് എനർജികൾ വീട്ടിലുള്ളവരെ ബാധിക്കുമോ? വലിയൊരു ചോദ്യമാണ്. പല വീടുകളിലും പല ആൾക്കാരും ശ്വാസം മുട്ടി കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വാസ്തുവിലെ പിഴവുകൾ 100% അല്ലെങ്കിൽ അത് കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇപ്പം സൂത്രങ്ങൾ, ബ്രഹ്മസൂത്രം, ഹേമസൂത്രം, സൂത്രങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നവദ്വാരങ്ങൾ ഉള്ളതുപോലെ തന്നെ വീടിനും എയർ പുറത്തു പോകാനും അകത്തേക്ക് കയറാനും, സൂര്യപ്രകാശം പുറത്തു പോകാനും അകത്തേക്ക് കയറാനും, പഞ്ചഭൂതങ്ങളുടെ തത്വങ്ങളിൽ ബാലൻസ് ചെയ്യാനും, അഷ്ടദിക്പാലകരുടെ എനർജി ഒന്ന് ബാലൻസ് ചെയ്യാനും ഒക്കെ പല കാര്യങ്ങളും വാസ്തുവിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനൊക്കെ ഇൻബാലൻസിങ് ഉണ്ടായാൽ, അല്ലെങ്കിൽ സൂത്രവേദം, എയർ പോകാനുള്ള ഒരു അടവ്, മറവൊക്കെ വന്നാൽ ഒരു ശ്വാസം മുട്ട് ഉണ്ടാവാം. ചുറ്റളവുകളിലെ പ്രശ്നങ്ങൾ കൊണ്ടും ഉണ്ടാവാം. എന്നാൽ മറ്റ് നെഗറ്റീവ് എനർജികൾ ചില കർമ്മങ്ങൾ കൊണ്ട്, ചില ആളുകളുടെ ദൃഷ്ടിദോഷം, പ്രാക്കുദോഷം കൊണ്ട്, വഴിപാടുകൾ കൊണ്ട്, ചെയ്വനകൾ കൊണ്ട്, നെഗറ്റീവ് എനർജികൾ സാന്നിധ്യം കൊണ്ട്, പ്രേത സാന്നിധ്യം കൊണ്ട്, ബാധാ സാന്നിധ്യം കൊണ്ടൊക്കെ വീട്ടിലെ നെഗറ്റീവ് എനർജി ഉണ്ടാവാം. അപ്പം അങ്ങനെയുള്ള വീടുകളിൽ എന്തായിരിക്കും സംഭവിക്കുക? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഈ വീട്ടിൽ നിൽക്കാനേ തോന്നൂല. വീട്ടിലോട്ട് കയറിയാൽ എന്നും പ്രശ്നങ്ങളാണ്, വഴക്കാണ്, ബഹളമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. ആർക്കും ഒരു ഉയർച്ചയില്ല, ജോലിയില്ല, മറ്റേതില്ല, മറിച്ചില്ല. വിവാഹം നടക്കുന്നില്ല, വിവാഹം നടന്നാൽ ഡൈവേഴ്സായി പോകുന്നു, സന്താനങ്ങൾക്ക് പ്രശ്നം, സന്താനം ഉണ്ടാകുന്നില്ല, ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ അതൊരു നെഗറ്റീവ് എനർജി, ഒരു കർമ്മത്തിൻ്റെ സാന്നിധ്യമാണ്, കർമ്മം ചെയ്തിട്ടേക്കാണ്. അപ്പം അതുകൊണ്ട് ആഭിചാരം, ക്ഷുദ്രം പോലെയുള്ള കർമ്മങ്ങൾ വന്നാലും അങ്ങനെ വരാം. ആ വീട്ടിൽ നിൽക്കാൻ നമുക്ക് തോന്നത്തില്ല, ഹൈ നെഗറ്റീവ് ആയിരിക്കും. അത് വിൽക്കാൻ നോക്കിയാൽ നടക്കത്തില്ല, നിൽക്കാനും പറ്റത്തില്ല, അസ്വസ്ഥതകളായിരിക്കും. ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഭയങ്കര ചൂടാണ് അവർക്ക്. മറ്റു വീടുകളെ അപേക്ഷിച്ച് ആ വീട്ടിൽ മാത്രം ഭയങ്കര ചൂടാണ്. ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവർക്ക് അലർജി പ്രശ്നങ്ങളാണ്. പൊടി ഐറ്റംസ് ഒന്നും എത്ര ക്ലീൻ ചെയ്ത് എത്ര നീറ്റായിട്ട് ഇട്ടാലും കുറച്ചിലെ പ്രശ്നങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ അവർക്കുണ്ടാവുക. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാവുക. വേറെ വീട്ടിൽ ചെന്നപ്പം ആ വീട്ടിൽ നിന്ന് അവർക്ക് വഴക്കാണ്. വേറൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ നിൽക്കുന്ന ഗൃഹനാഥൻ ഉൾപ്പെടെ എല്ലാവർക്കും ആത്മഹത്യാ പ്രവണതയാണ്, നെഗറ്റീവായിട്ട്. അത് കർമ്മങ്ങൾ കൊണ്ടാണ്. അവിടെ നിൽക്കാൻ തോന്നുന്നില്ല. അവർ വേറെ എവിടെയെങ്കിലും വെളിയിൽ ഒരു വീട്ടിൽ, ഫ്രണ്ട് വീട്ടിലോ ബന്ധു വീട്ടിലോ അല്ലാതെ വെളിയിൽ ഒക്കെ പോകുമ്പോൾ അവർക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ, നിൽക്കാനൊക്കെ സാധിക്കുന്നുമുണ്ട്. അത് ആ ഒരു വീടിൻ്റെ നെഗറ്റീവ് എനർജി തന്നെയാണ്. ആ നെഗറ്റീവ് എനർജി മാറ്റിയാൽ പൂർണ്ണമായിട്ട് അവർക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. ചിലത് പൂജകളിലൂടെ മാറ്റേണ്ടി വരും, ചിലത് കർമ്മങ്ങളിലൂടെ മാറ്റേണ്ടി വരും, ചിലത് അല്ലാതെ മാറ്റേണ്ടി വരും. ഇപ്പം എല്ലാമൊന്നും പൂജകളിലൂടെ മാറ്റാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. പൂജകൾ എന്ന് പറഞ്ഞാൽ പണച്ചിലവുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള വീടുകളിൽ സ്വസ്ഥതയും സമാധാനം ഉണ്ടാവില്ല. മുന്നോട്ടുള്ള പോക്കിന് തടസ്സങ്ങളുണ്ടാവും. സാമ്പത്തിക ഞെരുക്കം അമിതമായിട്ടുണ്ടാവും. മനസ്സമാധാനം ഉണ്ടാവില്ല. ചില വീടുകളിലൊക്കെ ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് നാശിച്ച് വിൽക്കാൻ അവർ നോക്കിയാലും നടക്കൂല, ജീവിക്കാൻ നോക്കിയാലും നടക്കില്ല, ജീവിക്കാനും മരിക്കാനും പറ്റാത്ത അവസ്ഥയിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം വീടിൻ്റെ നെഗറ്റീവ് എനർജി വളരെയധികം നമ്മളെ ബാധിക്കാം. കാരണം 6 മണിക്കൂറിൽ കൂടുതൽ അവിടെ തങ്ങുന്ന ആൾക്കാർക്ക് അത് നന്നായി ബാധിക്കാം. അവർ പുറത്തു പോകുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. വീട്ടിലേക്ക് വരുമ്പോൾ ക്ഷീണം, അമിതമായ ക്ഷീണം, ദേഷ്യം, കിടന്നുറങ്ങണമെന്ന് തോന്നുക, കോട്ടുവാ വരിക, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. അങ്ങനെ നെഗറ്റീവ് എനർജികൾ ഒരുപാട് വീടുകൾ കണ്ടിട്ടുണ്ട്. അത് ഒരു പരിധി വരെ നമുക്ക് പോസിറ്റീവ് ആക്കാനുള്ള നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ പൂജകളിലൂടെ ഒക്കെ ചെയ്ത് മാറ്റും. ചില ബാധകളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയൊക്കെ അതിൻ്റെ ദോഷങ്ങളെ മാറ്റേണ്ടി വരും. ഇനി ആഭിചാരം, ക്ഷുദ്രം പോലെയുള്ള കുഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നുകിൽ കാരിയർ മാറ്റുമോ അല്ലെങ്കിൽ എനർജി മാറ്റുമോ ഒക്കെ ചെയ്തിട്ട് അവിടുത്തെ ദോഷങ്ങളെ മാറ്റി, ആവാഹിച്ചൊക്കെ മാറ്റിയാൽ മാത്രമേ സ്വസ്ഥയും സമാധാനം നമുക്ക് ഉണ്ടാകത്തുള്ളൂ. ഇങ്ങനെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി പല സ്ഥലത്തും വാസ്തുവൊക്കെ നോക്കാൻ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന അവസ്ഥ അങ്ങനെയാണ്. പല സ്ഥലത്തെയും വാസ്തുവൊക്കെ നോക്കാൻ പോകുമ്പോൾ വളരെ രസകരമായും വളരെ ഭയാനജനകമായ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പം അതുകൊണ്ട് വീടിൻ്റെ നെഗറ്റീവ് എനർജി വ്യക്തികളെ നന്നായി ബാധിക്കും, ചെറിയ രീതിയിൽ നന്നായിട്ട് ബാധിക്കും. അപ്പം നിങ്ങളുടെ വീടിൻ്റെ വാസ്തുവോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടൊക്കെ നോക്കിച്ച് അത് ക്ലിയർ ചെയ്താൽ സ്വസ്ഥവും സമാധാനമായിട്ടൊക്കെ ഇരിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഞാൻ ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം.